ഹലോ ഗൈസ്, വെൽക്കം ടു ഗിയർ സ്റ്റെയർ വിത്ത് മഹേശ്വർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു കാറല്ല. ഇന്നത്തെ നമ്മുടെ വണ്ടി ഒരു ബൈക്കാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായി കാണും, ഹാർലി ഡേവിഡ്സൺ X440 ആണ് നമ്മുടെ ഇന്നത്തെ വണ്ടി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആക്ച്വലി ബാക്ക്ഗ്രൗണ്ടിനൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്. നമുക്ക് സിറ്റുവേഷനിൽ അത്ര ഇത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അങ്ങനെ എടുക്കേണ്ടി വരുന്നത്. സോ നെവർ മൈൻഡ് ഇറ്റ്. അപ്പോൾ നമ്മുടെ ഹാർലി ഡേവിഡ്സൺ നോക്കിക്കഴിഞ്ഞാൽ യുണീക്കായിട്ടുള്ളൊരു ലുക്ക് തരുന്നുണ്ട്. കാരണം X440 എസിനേക്കാളും കുറച്ചും കൂടി നീറ്റ് ആക്കിയൊരു ഡിസൈനാണ് ഇതിന് വരുന്നത്. ഞങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോൾ ആക്ച്വലി ഇത് വെക്കണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം ഇത് വെക്കാണ്ട് കണ്ടപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി. പക്ഷെ ഇതിപ്പോൾ വെച്ച് കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇത് ഓക്കെ വരുന്നുണ്ട്. ആൻഡ് ഇൻഡിക്കേറ്റേഴ്സിൽ നോക്കിയാലും നമുക്ക് ഹാർലിയുടെ ലോഗോ ആണ്. നമ്മൾ സൈഡിലോട്ട് നോക്കിയാലും ഇതിൽ പേഴ്സണലി ഞങ്ങൾക്ക് റെഡാണ് ഇഷ്ടപ്പെട്ടത്. ബ്ലാക്കും ഫസ്റ്റ് ചൂസ് ചെയ്ത് ബ്ലൂ ആണെങ്കിലും റെഡ് നേരിട്ട് കണ്ടപ്പോൾ പിന്നെ റെഡാണ് ഇഷ്ടപ്പെട്ടത്. കാരണം റെഡിന് കുറച്ചും കൂടി ഒരു സൈസൊക്കെ തോന്നിക്കുന്നെന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങൾ റെഡ് ചൂസ് ചെയ്തു. ആൻഡ് ഇതിൻ്റെ സീറ്റ് നോക്കിയാൽ ഇവിടെ കുറച്ച് ഗ്രിപ്പ് ഉള്ളതായിട്ട് കാണാം. പക്ഷെ ബാക്കിലിരിക്കുന്നവർക്ക് ഗ്രിപ്പ് കുറച്ച് കുറവാണ്. ഇവിടെ ഒരു സപ്പോർട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് ഇതിൽ പോകുമ്പോൾ മുറുക്ക ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റേ സപ്പോർട്ട് വെക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ആൻഡ് ഇവിടെ ഹാർലിയുടെ ഒരു ലോഗോ കാണാം. നമുക്കറിയാം ഇപ്പോൾ ഹാർലിയുടെ ലോഗോയിൻ്റെ അകത്ത് ഫോണ്ട് വരുന്നില്ല, ഇപ്പോൾ നോർമൽ ലോഗോ മാത്രമാണ്. ആൻഡ് ഇവിടെയും ഇൻഡിക്കേറ്റേഴ്സിൽ നമുക്ക് ഹാർലിയുടെ ലോഗോ കാണാം. ഈ സൈഡിൽ നോക്കിയാൽ ഒരു ശരിക്ക് കവറൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയ ഒരു സൈലൻസറാണ് ഇവിടെ കാണുന്നത്. കണ്ടോ, ഭയങ്കരമായിട്ട് ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഓടിയിട്ട് സൈലൻസറിൽ പോയി ഇങ്ങനെ കൈ വെച്ചാലും നമുക്ക് പൊള്ളത്തൊന്നുമില്ല, അത്രയും കവറിങ് വരുന്നുണ്ട്. പക്ഷെ ചൂടടിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നല്ല ചൂടാകും. അതാണ് ഉള്ളൊരു പ്രശ്നമൊന്നുമല്ല. പക്ഷെ അത് നമുക്ക് ഇതായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ എൻജിൻ ഭയങ്കര ടോർക്കിയാണ്. നമ്മളത് ഒറ്റ തിരിച്ച് കഴിഞ്ഞാൽ തെറിച്ചങ്ങ് പോകും. കുറച്ചധികം ടോർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ടോർക്ക് ചെയ്തുകൊണ്ടും നല്ല പവറുള്ളൊരു എൻജിൻ ആയതുകൊണ്ടും ചൂടടിക്കുന്നതിൽ നമുക്ക് അധികം ഒന്നും പറയാനില്ല. ചെറുതായിട്ട് കുറച്ചധികം ഓടിയാലേ അങ്ങനെയൊക്കെ ചൂടാവുള്ളൂ. ആൻഡ് ഓൾസോ ഇവിടെയും കവർ ഇട്ടിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം ശരിക്കും ഒരു വലിയൊരു സംഭവം തന്നെയാണ് എടുത്ത് കയറ്റി വെച്ചേക്കുന്നത്. കണ്ടോ, ഈ കമ്പിയൊക്കെ ആയാലും എൻ്റെ ബിൽഡ് ക്വാളിറ്റി ഉണ്ടോ, നല്ല കട്ടിയുള്ളൊരു കമ്പിയാണ്. അതുപോലെ തന്നെയാണ് ഹാൻഡിൽ ഒരു പൊങ്ങി വന്നിട്ട് ഇവിടെയൊക്കെ ഈ മെറ്റലിൻ്റെയൊക്കെ വണ്ണം കണ്ടോ, നല്ല വണ്ണമുള്ള മെറ്റൽ എല്ലാം യൂസ് ചെയ്ത് അത്യാവശ്യം ശരിക്കും ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണിത്. ഈ ഒരു സൈലൻസറിനാണെങ്കിലും ഈ സൈലൻസർ ഇതുവഴി ചെന്ന് അപ്പുറത്തുകൂടി ചെന്ന് അവിടെ നിന്നാണ് പിന്നെ ആ ഏരിയ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്യുന്നത്. ഇവിടെ ഹാർലി ഡേവിഡ്സൺ X440 എന്നുള്ള ഒരു ബാഡ്ജിങ് ഇവിടെ വരുന്നുണ്ട്. ആൻഡ് കൺട്രോൾസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് സ്വിച്ച്, ഹസാർഡ് ലൈറ്റ്, ആൻഡ് ഇവിടെ മീറ്ററിലോട്ടുള്ള കൺട്രോൾസ്, അത്യാവശ്യം എല്ലാ കൺട്രോളും ഇവിടെ തന്നെ വരുന്നുണ്ട്. ഒരു നല്ല കാര്യമാണ്, അത്രയും കൺട്രോൾസ് അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഇൻഡിക്കേറ്റർ ഓഫ് ഉള്ളത് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഹോൺ ആയാലും ഹോണിൻ്റെ ഒരു ബട്ടൺ കണ്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് ബ്രൈറ്റ് ലൈറ്റ്, ഇത് നോർമൽ, ഇത് പാസ്. ആൻഡ് ഓൾസോ മീറ്ററിലോട്ട് നോക്കിയാലും ആദ്യമേ തന്നെ ഹാർലിയുടെ ഒരു ലോഗോ വരുന്നുണ്ട്. സൈഡിൽ X എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. മീറ്ററിൽ അത്യാവശ്യം എല്ലാ ഇൻഫർമേഷൻസും നല്ലൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു മീറ്ററാണ് ഇതിന് തന്നിരിക്കുന്നത്. ഭയങ്കര സൈസ് ഇല്ലെങ്കിലും എല്ലാ ഇൻഫർമേഷൻസും ഇത് തന്നെ കിട്ടും. പിന്നെ ഈ കൺട്രോൾസ് വെച്ച് നമുക്കിത് കൺട്രോൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഓവറോൾ നോക്കിയാൽ വളരെ നല്ലൊരു വണ്ടിയാണെന്നാണ് ഞാൻ പേഴ്സണലി പറയുന്നത്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ടോർക്കാണ്. ഭയങ്കര ടോർക്കാണ് ഇതിന്. ഫസ്റ്റ് ടൈം ഞങ്ങൾ ടെസ്റ്റ് റൈഡ് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് ത്രോട്ടിൽ കൊടുത്താൽ തന്നെ ഇത് ഭയങ്കരമായിട്ടങ്ങ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഓഫ് റോഡ് പിന്നെ ഹിമാലയനൊക്കെ യൂസ് ചെയ്തിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പ്രശ്നം വരും. സസ്പെൻഷൻ കുറച്ച് ഹാർഡർ സൈഡാണ്. പക്ഷേ
ഓഫ് റോഡ് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഓഫ് റോഡും അത്യാവശ്യം പോകുന്നുണ്ട്. മനുഷ്യൻ്റെ ഒരു പ്രശ്നമുള്ളൂ, കുറച്ച് ഹാർഡറാണത്, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ക്രാഷ് ഗാർഡ് കണ്ടിട്ട് ഞാൻ വിചാരിക്കും, ചിലപ്പോൾ നമുക്ക് തോന്നും ഇത്രയും ചെറിയ ക്രാഷ് ഗാർഡ് കൊണ്ട് എന്ത് കിട്ടാനാണെന്ന് വിചാരിക്കും. പക്ഷെ ഒരു ക്രാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് നല്ലപോലെ പിടിച്ചു നിർത്തുന്നൊരു ക്രാഷ് ഗാർഡാണ് അവർ തന്നിരിക്കുന്നത്. പിന്നെ ഈ വണ്ടിക്ക് 200 kg സംതിങ് അത് വരുന്നുണ്ട് അതിന് വെയിറ്റ്. പിന്നെ ഇത് ഇങ്ങനെ തള്ളുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ തള്ളുവാണെന്നുണ്ടെങ്കിൽ ഈ ഹാൻഡിലും ഇവിടെയും പിടിച്ച് തള്ളുവാണെന്നുണ്ടെങ്കിൽ എങ്ങാനും അറിയാണ്ട് കുറച്ച് അപ്പുറത്തോട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ഭയങ്കര പണിയാണത്. വെയിറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട്, കാരണം ഇത് കുറച്ച് ഉരുണ്ട വണ്ടിയാണ്. ഹിമാലയനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വീതിയും വലിപ്പമൊക്കെ ഉള്ള വണ്ടി ആയതുകൊണ്ട് നമുക്ക് കൈ നിൽക്കും. പക്ഷേ ഇത് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല, കുറച്ചധികം പ്രയാസപ്പെടും നമ്മൾ. പിന്നെ അതിൻ്റെ മിറേഴ്സ് വന്നിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ്, ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ നമുക്ക് ഹാർലിയുടെ ലോഗോ കാണാം. അതുപോലെ മീറ്ററിലും നമുക്ക് ഹാർലിയുടെ ലോഗോ കാണാൻ സാധിക്കും. ഇവിടെ ഹാർലി ഡേവിഡ്സൺ എന്നൊരു ബാഡ്ജിങ്ങും ഉണ്ട്. അപ്പോൾ തൽക്കാലം ഇത്രയാണ് ഞാൻ ഹാർലിയുടെ റിവ്യൂ ആയിട്ട് തരുന്നത്. ഇതിനേക്കാളും ലോങ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഹാർലിയുമായി ഗുഡ് ബൈ.